വയസ്സുള്ള മകളെയും കൂട്ടി സ്കൂൾ അധ്യാപിക തീ കൊളുത്തി മരിച്ചു. ജോധ്പൂരിലാണ് സംഭവം നടന്നത്. അധ്യാപികയായ സഞ്ജു ബിഷ്ണോയ്, മകൾ യശുസി എന്നിവരാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ സഞ്ജുവിന്റെ ഭർത്താവ് ദിലീപ് ബിഷ്ണോയ്ക്കെതിരെയും ഭർത്തൃമാതാപിതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു. സഞ്ജുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭർത്തൃവീട്ടിൽ വെച്ച് സഞ്ജു മകളെയും കൂട്ടി തീ കൊളുത്തി മരിച്ചത്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ സഞ്ജു വീടിനുള്ളിൽ മകളെയും കൂട്ടി കസേരയിൽ ഇരിക്കുകയും പിന്നാലെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഭർത്താവോ മറ്റുള്ളവരോ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട സമീപവാസികളാണ് വീട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചത്. തുടർന്ന് തീ അണച്ചെങ്കിലും 3 വയസ്സുള്ള മകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ അധ്യാപിക ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയും മരിച്ചു. പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവം നടന്ന വീട്ടിൽ പരിശോധന നടത്തി. അധ്യാപികയുടെ ആത്മഹത്യാക്കുറിപ്പും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും ഉപദ്രവവും സ്ത്രീധന പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുറിപ്പിലുള്ളത്. ഭർത്താവ്, ഭർത്തൃ മാതാപിതാക്കൾ, ഭർത്തൃ സഹോദരി എന്നിവർ നിരന്തരം ഉപദ്രവിച്ചെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ ഗണപത് സിംഗ് എന്നയാളും ഉപദ്രവിച്ചതായി കുറിപ്പിലുണ്ട്. ഇയാളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ യുവതിയുടെയും മകളുടെയും സംസ്കാരത്തെ ചൊല്ലി യുവതിയുടെ വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരും തമ്മിൽ തർക്കവുമുണ്ടായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമ്പോഴാണ് 2 വീട്ടുകാരും മൃതദേഹം തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഇത് തർക്കത്തിനിടയാക്കുകയും ചെയ്തു. ഒടുവിൽ 2 പേരുടെയും മൃതദേഹങ്ങൾ യുവതിയുടെ കുടുംബത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു.